ഹായ് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ച് പലർക്കുമുള്ളൊരു സംശയമാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് എങ്ങനെ കൂടുതൽ ആനന്ദം നൽകാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ഗൈഡാണ്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അതെ, ഇതാണ് നമ്മുടെ മെയിൻ ചോദ്യം. നിങ്ങളുടെ പങ്കാളിക്ക് എങ്ങനെ കൂടുതൽ സന്തോഷം നൽകാം? കാരണം അറിയാമോ, ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ശരിക്കും എന്താണ് വർക്കാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ വിഷയം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ ഒരു വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അടിസ്ഥാന കാര്യങ്ങൾ, ആനന്ദത്തിന്റെ മെയിൻ സെന്റർ എവിടെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞ് കുറച്ച് കിടിലൻ ടെക്നിക്കുകൾ പരിചയപ്പെടാം. ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം. പിന്നെ അവസാനം എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ശരി, അപ്പോൾ നമുക്ക് ആ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് തന്നെ തുടങ്ങാം. പലരും വിചാരിക്കുന്നത് ഫിംഗറിംഗ് എന്ന് പറഞ്ഞാൽ 1-2 വിരലുകൾ യോനിയിൽ പ്രവേശിപ്പിക്കുന്നത് മാത്രമാണ്, അതാണ് സ്ത്രീക്ക് സന്തോഷം കൊടുക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ സത്യം അതല്ല. യഥാർത്ഥ സംതൃപ്തിയുടെ ലോകം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഇനി നമ്മൾ പല ടെക്നിക്കുകളെക്കുറിച്ചും സംസാരിക്കും. പക്ഷേ അതിലേക്ക് കടക്കുന്നതിനു മുൻപ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ചെയ്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇവ രണ്ടും ശരിയല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നോക്കൂ, ഈ 2 കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒന്നാമത്തേത് ഫോർപ്ലേ, അതായത് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കരുത്. അതിനു മുൻപുള്ള ലാളനകൾക്കും സ്പർശനങ്ങൾക്കും ആവശ്യത്തിന് സമയം കൊടുക്കുക. രണ്ടാമത്തേത് ലൂബ്രിക്കേഷൻ, യോനിയിൽ ആവശ്യത്തിന് നനവുണ്ടെന്ന് ഉറപ്പാക്കണം. സ്വാഭാവികമായ നനവ് മതിയാവുന്നില്ലെങ്കിൽ നല്ലൊരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. ഇത് വേദന ഒഴിവാക്കാനും സുഖം കൂട്ടാനും വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ആ 2 അടിസ്ഥാന കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. സ്ത്രീ ശരീരത്തിലെ ആനന്ദത്തിന്റെ കേന്ദ്രം. മിക്ക സ്ത്രീകളിലും രതിമൂർച്ച തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ്. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഭഗശിഷ്ണം അഥവാ ക്ലിറ്റോറിസിനെക്കുറിച്ചാണ്. യോനിയുടെ മുകൾ ഭാഗത്തായി കാണുന്ന ഒരു ചെറിയ ഭാഗമാണിത്. ഇതാണ് സ്ത്രീ ശരീരത്തിലെ ആനന്ദത്തിന്റെ ഒരു പവർ ഹൗസ് എന്ന് പറയാം. ഇതിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കിയാലേ നമുക്ക് ശരിയായ രീതിയിൽ ഉത്തേജിപ്പിക്കാൻ പറ്റൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തിയല്ല, വളരെ സോഫ്റ്റായ സമീപനമാണ് വേണ്ടത്. ഭയങ്കര ഹാർഷായിട്ടോ പരുക്കനായോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് ആദ്യം അതിനു ചുറ്റുമൊന്ന് പതുക്കെ തലോടുക. കുറച്ചു കഴിയുമ്പോൾ നടുവിരൽ ഉപയോഗിച്ച് ക്ലിറ്റോറിസിൽ നേരിട്ട് ചെറിയ സർക്കിളുകൾ പോലെ ചലിപ്പിക്കാം. ഇത് ഉത്തേജനം പതുക്കെ പതുക്കെ കൂട്ടാൻ സഹായിക്കും. ശരി, ബേസിക്സ് നമ്മൾ പഠിച്ചു. ഇനി ഇത് കുറച്ചുകൂടി എഫക്റ്റീവാക്കാനും നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനും സഹായിക്കുന്ന 2 സിമ്പിൾ ടെക്നിക്കുകൾ കൂടി നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ ടെക്നിക്കാണ് ക്ലോക്ക് ടെക്നിക്. ഇതൊരു അടിപൊളി എക്സ്പ്ലോറേഷൻ മെത്തേഡാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് സങ്കൽപ്പിക്കുക. ക്ലിറ്റോറിസ് ഒരു ക്ലോക്കിലെ 12 മണിയിലും യോനിദ്വാരം 6 മണിയിലുമാണ്. ഇനി എന്തു ചെയ്യണം? നിങ്ങളുടെ വിരലുകൾ ഓരോ മണിക്കൂറിലും, അതായത് 1-ലും 2-ലും 3-ലുമൊക്കെ പതുക്കെ സ്പർശിച്ചു നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പങ്കാളി എവിടെയാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ഒരു സൂപ്പർ വഴിയാണിത്. രണ്ടാമത്തേത് റോളിംഗ് ടെക്നിക്. നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ക്ലിറ്റോറിയസ് വളരെ പതുക്കെ ഒന്ന് റോൾ ചെയ്യുക. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പല പുരുഷന്മാരും വിചാരിക്കുന്നതിനേക്കാൾ വളരെ പതുക്കെയുള്ള ചലനങ്ങളായിരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് തുടങ്ങി അവരുടെ പ്രതികരണം നോക്കി മാത്രം വേഗത കൂട്ടുക. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കൂടുതലും പുറമേയുള്ള ഉത്തേജനത്തെക്കുറിച്ചാണ്, അല്ലേ? ഇനി എപ്പോഴാണ്, എങ്ങനെയാണ് യോനിയിലേക്ക് വിരലുകൾ പ്രവേശിപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഒരു കാര്യം ഓർക്കുക, ഇത് ക്ലിറ്റോറൽ ഉത്തേജനത്തിന് പകരമുള്ള ഒന്നല്ല, മറിച്ച് അതിന്റെ കൂടെ ചേർക്കേണ്ട ഒന്നാണ്. ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ പങ്കാളി പൂർണ്ണമായും ഉത്തേജിതയായി റെഡിയായി എന്നുറപ്പുവരുത്തിയ ശേഷം മാത്രം വിരലുകൾ ഉള്ളിലേക്ക് കടത്തുക. പിന്നെ ഉള്ളിൽ വിരലുകൾ വെറുതെ വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യുന്നതിന് പകരം നേരെ അകത്തേക്കും പുറത്തേക്കും പതുക്കെ ചലിപ്പിക്കുന്നതാണ് പലർക്കും കൂടുതൽ ഇഷ്ടം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, യോനിക്കുള്ളിൽ വിരലുകൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ മറ്റേ കൈകൊണ്ടോ നാവുകൊണ്ടോ ക്ലിറ്റോറിസിലെ ഉത്തേജനം തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു മാജിക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അല്ലേ? പക്ഷേ ഈ ശാരീരികമായ കാര്യങ്ങൾക്കപ്പുറം പരസ്പരമുള്ള ആനന്ദത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അതൊന്നുമല്ല. അതാണ് നമ്മൾ അവസാനം നോക്കാൻ പോകുന്നത്. അതെ, ഇതാണ് എല്ലാറ്റിൻ്റെയും കാതൽ. നമ്മൾ ഇതുവരെ സംസാരിച്ച ക്ലോക്ക് ടെക്നിക്കും റോളിംഗ് ടെക്നിക്കുമെല്ലാം ഒരു സംഭാഷണം തുടങ്ങാനുള്ള വഴികൾ മാത്രമാണ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. അവർക്ക് എന്താണിഷ്ടം, എങ്ങനെയുള്ള സ്പർശനമാണ് കൂടുതൽ സുഖം നൽകുന്നത് എന്നൊക്കെ ചോദിച്ചറിയുക. ഇതിനേക്കാൾ വലിയൊരു ടെക്നിക്ക് വേറെയില്ല.
ഓർക്കുക, കമ്മ്യൂണിക്കേഷൻ അതാണ് നിങ്ങളുടെ പങ്കാളിയുടെ സംതൃപ്തിയിലേക്കുള്ള യഥാർത്ഥ താക്കോൽ.